ലൈഫിൽ റിസ്ക് എടുക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഡാഡിയാണ്. പൗരോഹിത്യ ജീവിതത്തിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഡാനിയൽ പിതാവാണ്. ഒരു ദിവസം എന്തോ കാര്യം കഴിഞ്ഞപ്പോൾ ഒരു നേരം പിതാവിനോട് ചോദിച്ചു, പ്രശ്നം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം? അല്ല, സാധാരണ നമുക്ക് എതിരെ വരാനുള്ള ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, പെണ്ണു വിഷയമാണോ? അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് തന്നെ കുറിച്ച് കിട്ടി. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ആദ്യം ഞാൻ പിതാവിനോടായിരിക്കും പറയുന്നത്. പിതാവ് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഐ ട്രസ്റ്റ് യു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ജോലി എടുക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ടായി. പൊതുരംഗത്ത് കുറച്ച് ചർച്ചയായി. അപ്പോൾ ഞാൻ എൻ്റെ ഇമ്മീഡിയറ്റ് ബോസ്, എൻ്റെ കളത്തിപ്പിറമ്പ് പിതാവിനെ കാണാൻ പോയി. സംസാരിച്ചെഴുന്നേറ്റ് പോരുന്നതിന് പിതാവിനോട് പറഞ്ഞത്, ഐ ട്രസ്റ്റ് യു. നമുക്ക് കൂടുതൽ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ ചില ബലങ്ങൾ ഇതുപോലെ ആവശ്യമുണ്ട്. നമ്മളെ വിശ്വസിക്കുന്ന ചില ആൾക്കാർ, അപ്പനെ പോലെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാർ. ഇന്നത്തെ ഗോസ്പലിൽ മരണം തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യന് ഇതെങ്ങനെ പറയാൻ പറ്റുക നമ്മൾ ചിന്തിക്കും. ഈശോ ശിഷ്യന്മാരോട് പറയാണ്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങൾ കുടികൊള്ളാനും അത് പൂർണ്ണമാകാനും വേണ്ടിയാണ്. മരണത്തിന് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഈശോയ്ക്ക് എങ്ങനെയാണ് ഇത്രമേൽ ഹാപ്പി ആവാൻ സാധിക്കുന്നത്, ഇത്രമേൽ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ കഴിയുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഈശോയ്ക്ക് അറിയാൻ തൻ്റെ പിന്നിലൊരു അപ്പനുണ്ടെന്ന്. അതാണ് കോൺഫിഡൻസ്, അതാണ് ട്രസ്റ്റ് എന്ന് പറയാം. നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങളുടെയും പല ബുദ്ധിമുട്ടുകളുടെയും പ്രധാനപ്പെട്ട കാരണം അങ്ങനെ സ്നേഹിക്കാൻ ഒരു ദൈവമില്ല എന്നുള്ളതല്ല, അങ്ങനെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ടെന്നുള്ള തിരിച്ചറിവില്ലാത്തതാണ്.